നമസ്കാരം. 100 years, their evolution is growing from chetty to pant, nothing else. They have been that. മോദിയെ കണ്ടാൽ എന്ത് ചോദിക്കുമെന്ന് പലരും എന്നോട് ചോദിച്ചു. Somebody asked me, what will you ask the supreme leader if you meet him? I said, एक कप चाय तो बना दो. एक कप चाय. ഇത് സിനിമാ നടൻ പ്രകാശ് രാജാണ്. തമിഴിലും കന്നഡയിലും മലയാളത്തിലുമൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അറിയപ്പെടുന്ന ഒരു മോദി വിരോധിയാണ്. സംഘപരിവാറിനെ വിമർശിക്കുന്ന വ്യക്തിയാണ്. അതിനാൽ തന്നെ അദ്ദേഹം എന്തെങ്കിലും പൊളിച്ച് പറഞ്ഞാൽ അത്തരം കാര്യങ്ങളായിരിക്കുമെന്ന് ഏവർക്കും അറിയാം. ഏവരും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷേ അതുകൊണ്ടായിരിക്കാം മനോരമ നടത്തിയ പരിപാടിയിൽ അയാളെ ക്ഷണിച്ചു വരുത്തുകയും അയാൾ അവിടെ നിന്നുകൊണ്ട് പല കാര്യങ്ങൾ പറഞ്ഞു. അക്കൂട്ടത്തിൽ 2 കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അതിലൊന്ന് RSSനെ പറ്റിയാണ്. RSSനുണ്ടായ മാറ്റം നിക്കറിൽ നിന്ന് പാൻറ്റിലേക്ക് മാറി എന്നാണ് അയാൾ കണ്ടെത്തിയത്. ഒരു നല്ല വിമർശനമാണ് തീർച്ചയായിട്ടും. അത് കാലഘട്ടങ്ങൾ മാറുമ്പോൾ അല്ലെങ്കിൽ വർഷങ്ങൾ മാറുമ്പോൾ അത്തരം ചില മാറ്റങ്ങളൊക്കെ വരും. കുറേ പുറകോട്ടൊന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ കേരള പോലീസുകാർ നിക്കർ പോലീസായിരുന്നു. അതിനുശേഷം പിന്നീട് അവർ പാൻറ്റിലേക്ക് മാറി എന്ന് പറഞ്ഞ പോലെ RSSും അവരും കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നിക്കറിൽ നിന്ന് പാൻറ്റിലേക്ക് മാറി. ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ശരിക്കും ഈ സംഘപ്രവർത്തനത്തിനൊക്കെ പോകാൻ അവനവൻ തന്നെ കാശുണ്ടാക്കി. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അന്ന് ഒരു ഫുൾ പാൻറ്റൊക്കെ വാങ്ങാനുള്ള കാശ് ഒരു പക്ഷേ കാണത്തില്ലായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ നിക്കറാക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നിക്കർ പോലെ യൂണിഫോം ആക്കിയതാണ്. ഒരു നിക്കറിനേക്കാളും ഇരട്ടി കാശ് കൊടുക്കേണ്ടി വരുമല്ലോ പാൻറ്റ്. പിന്നീട് കാലക്രമേണ എല്ലാവരും സ്വന്തം കാലിലൊക്കെ നിൽക്കാൻ തുടങ്ങുകയും മറ്റ് മാർഗ്ഗങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ശരി പാൻറ്റാക്കിയേക്കാന്ന് പറ്റുന്നതാവാം, അതെന്തെങ്കിലും ആയിക്കോട്ടെ. അയാൾ കണ്ടെത്തിയ ഒരു മാറ്റം അതാണ്. അത് മാത്രമാണോ? RSSന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല എന്ന് അയാൾ പറഞ്ഞത് സത്യമാണ് കേട്ടോ. RSS തുടങ്ങിയ കാലം തൊട്ട് ഇപ്പോൾ വരെ അതിൻ്റെ ആശയത്തിലോ ആദർശത്തിലോ ഒന്നും മാറ്റമില്ല. മാറാനും അവർ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ RSSന് മാറ്റം ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വളർച്ചയിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് അത് നേരത്തെ എത്ര അംഗം ഉണ്ടായിരുന്നോ അതിൽ ഒരുപാട് കൂടിയിട്ടുണ്ട്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അയാൾ ഈ നിക്കറും പാൻറ്റും ഒക്കെ വെച്ചിട്ട് കളിയാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് എന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ അടുത്തത് വിമർശനമാണോ, അയാളുടെ സങ്കല്പമാണോ, അയാളുടെ എന്താണ്, അയാളുടെ ഫാൻറ്റസിയാണോ, ഒരു പിടുത്തമില്ലാത്ത കാര്യമാണ് അയാൾ പറഞ്ഞത്. നരേന്ദ്രമോദി, അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കണ്ടാൽ അയാൾക്കൊരു ചായ ഉണ്ടാക്കി തരാമോ അല്ലെങ്കിൽ ഒരു ചായയെങ്കിലും ഉണ്ടാക്കാൻ അറിയാമോ എന്ന് ചോദിക്കുമെന്നാണ് അയാൾ പറയുന്നത്. അത് കേട്ടുകൊണ്ട് ഏതോ കിളിഞ്ഞ വായന്മാർ ഫ്രണ്ടിൽ നിന്ന് ചിരിക്കുന്നുണ്ട്. ഓക്കെ, അവരായി, അവരുടെ സന്തോഷമായി, അവരുടെ ലോകം, അവരുടെ സന്തോഷം, നമുക്ക് അതിനകത്തൊന്നും പറയാനൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ പറയുന്ന ഈ മാന്യൻ്റെ, ഈ സിനിമാ നടൻ്റെ യോഗ്യത എന്താണ് എന്നുകൂടി നമ്മളൊന്ന് അറിയണ്ടേ. പ്രധാനമന്ത്രിയെ കണ്ടാൽ പ്രധാനമന്ത്രിയോട് ഒരു ചായ ഇട്ട് തരുമോ അല്ലെങ്കിൽ ഒരു ചായയെങ്കിലും ഉണ്ടാക്കാൻ അറിയാമോ എന്ന് ചോദിക്കുന്ന ഈ മാന്യന് അതിനുള്ള യോഗ്യത ഉണ്ടോ എന്നുകൂടി നമ്മൾ അറിയണ്ടേ. വെറുതെ ഇത് ചിരിച്ചാൽ മാത്രം പോരല്ലോ. അത് ഇയാൾ സിനിമാ നടനാണ് എന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ. അപ്പോൾ ഇയാൾ 2019 ബാംഗ്ലൂർ സെൻട്രൽ അവിടെ ആ ലോക്സഭാ മണ്ഡലത്തിൽ ഇയാൾ മത്സരിക്കാൻ നിന്നു. അപ്പോൾ അതിന് മുമ്പ് കുറേ ഡയലോഗൊക്കെ അടിച്ചിരുന്നു മോദിക്കെതിരെയും BJPക്കെതിരെ. അപ്പോൾ ഇതേപോലെ തന്നെ കുറേ കിഴങ്ങന്മാരിരുന്ന് കയ്യൊക്കെ അടിച്ചു. കുറേ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഷെയർ ചെയ്യാനും അത് എന്താ പറയുക, അതിന് വലിയ വ്യൂസും റീച്ചും ഒക്കെ കിട്ടി. അപ്പോൾ അയാൾ വിചാരിച്ചു ഇത് വോട്ടാവും എന്ന് കരുതി അയാൾ മത്സരിക്കാൻ നിന്നു. അവിടെ BJP സ്ഥാനാർത്ഥി 6 ലക്ഷത്തിൽ പരം വോട്ടിനാണ് അവിടെ ജയിച്ചത്. ഇയാൾക്ക് കിട്ടിയ വോട്ട് എത്രയാണെന്നറിയാം? 28,831 വോട്ട് മാത്രമാണ്. 2ാം സ്ഥാനത്ത് വന്നത് കോൺഗ്രസ് ആണ്. 6 ലക്ഷത്തിൽ പരം വോട്ടിന് BJP അവിടെ ജയിച്ചു, അത് മാറ്റി നിർത്താം. ഇയാൾക്ക് കിട്ടിയ ഈ 28,831 വോട്ട് എന്നത് അവിടെ മൊത്തം പോൾ ചെയ്ത വോട്ടിൻ്റെ 3% പോലും വരുന്നില്ല. അപ്പോൾ അത്രയൊക്കെ കുറവാണെങ്കിൽ കെട്ടിവെച്ച കാശ് തിരിച്ചു കിട്ടില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഇയാൾ ആ പണം സംഭാവന ചെയ്താണ് മത്സരിച്ചു, വൃത്തിയായിട്ട് തോറ്റു. അയാൾക്കത് ഭയങ്കര ഷോക്കായി. ആ ഷോക്കിൽ നിന്ന് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അയാൾ മോചിതനായിട്ടില്ല എന്നാണ് ഇതുപോലുള്ള ജൽപ്പനങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കപ്പെടുന്നത്. അപ്പോൾ ആ മാന്യനാണ് പ്രധാനമന്ത്രിയെ കാണുമ്പോൾ ചായ ഉണ്ടാക്കി തരുമോ ചോദിക്കുക. അയാൾ പ്രധാനമന്ത്രിയെ കാണേണ്ടി വന്നാൽ അയാൾ ഇങ്ങനെ ചായ പോയിട്ട് മറ്റൊന്നും സംസാരിക്കത്തില്ല. നമുക്കറിയാം, ഇങ്ങനെ തൊഴുത് വണങ്ങി കുത്തി നിൽക്കുന്ന അല്ലാതെ ഇയാൾ ഈ പറഞ്ഞതൊന്നും അയാൾ പറയാനും പോകുന്നില്ല, ചെയ്യാനും പോകുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അയാൾക്കൊരു സന്തോഷം, അയാളുടെ ക്രിമിനൽ മാറിയെങ്കിൽ മാറിക്കോട്ടെ, അവരുടെ ലോകം, അവരുടെ സന്തോഷം, നമുക്കെന്ത് ചെയ്യണം.